Hi everyone, welcome to I Plus Training Solutions. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജൂൺ 2025 സംഘടിപ്പിച്ച നെറ്റ് ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പറിന്റെ ഒരു വിശദീകരണമാണ്. ഓക്കെ, അപ്പൊ ചോദ്യവും അതിന്റെ ഉത്തരവും അതിനുശേഷം അതിന്റെ ഒരു വിശദീകരണവും ഉണ്ടായിരിക്കും. ഈ വിശദീകരണമാണ്, എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഡിസംബർ സൈക്കിളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാനായിട്ട് പോകുന്നത് എക്സ്പ്ലനേഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റിനെ കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. Who said that Shakespeare was the Homer? Okay, who said that Shakespeare was the Homer or father of our dramatic poets? Johnson was the Virgil, the pattern of elaborate writing. അതായത് ഈ ഹോമറിനെയും വിർജിലിനെയും ഒക്കെ തന്നെ എക്കാലത്തെയും മികച്ച ജീനിയസുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹോമറായിട്ടും വിർജിലായിട്ടും ഒക്കെ തന്നെ പിന്നീട് വന്ന റൈറ്റേഴ്സിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഷേക്സ്പിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റെനൈസൻസ് കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരനാണ്, ഡ്രാമാറ്റിസ്റ്റ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ജോൺസന്റെ പ്രത്യേകത എന്താണ്? അതായത് ഡോക്ടർ ജോൺസൺ ആണ് ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് ഒരു ഡിക്ഷണറി പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ഡോക്ടർ ജോൺസന്റെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫസ്റ്റ് ഡിക്ഷണറി പ്രൊവൈഡ് ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്. സോ ഒരു ലോങ് ഇയർ എന്താണ് ഇനിഷ്യേറ്റീവിന്റെ സക്സസ് ആണ് ശരിക്കും പറഞ്ഞ ഒരു ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഒരുപാട് നല്ല അയറിനടക്കം ഒരുപാട് നല്ല ഡ്രാമാസ് ഒക്കെ ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ ജോൺസന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹൂ സെഡ് ദാറ്റ് ഷേക്സ്പിയർ വാസ് ദ ഹോമർ ഓർ ഫാദർ ഓഫ് അവർ ഡ്രാമാറ്റിക് പോയിറ്റ്സ് ആൻഡ് ജോൺസൺ വാസ് ദ വെർജിൽ, ദ പാറ്റേൺ ഓഫ് ഇലാബറേറ്റ് റൈറ്റിംഗ്. നോക്കിക്കേ, മാത്യു അർണോൾഡ്, ജോൺ ഡ്രൈഡൻ, സാമുവൽ ജോൺസൺ, ബെൻ ജോൺസൺ. ഇതിൽ ആരെയാണ് നമുക്ക് ഉത്തരമായിട്ട് പറയാൻ സാധിക്കുന്നത്? ആരാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം കൊടുത്തത്? ഡ്രൈഡൻ ആണ് കേട്ടോ. ഡ്രൈഡൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷയിൽ ഡ്രൈഡൻ അറിയപ്പെടുന്നത്, അതായത് ക്രിറ്റിസിസത്തിന്റെ ഫാദർ എന്ന നിലയിലാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല റൈറ്റിംഗ്സും നമുക്ക് ഡ്രൈഡന്റേതായിട്ടുണ്ട്. ഡ്രൈഡൻ എഴുതുന്ന വർക്കുകൾ കൂടുതലായിട്ടും കോൺട്രവേഴ്ഷ്യൽ ആയി പോകുന്ന ഒരു സ്വഭാവവും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ഡ്യൂ ടു ഹിസ് ഓപ്പൺ ടോക്സ് ആൻഡ് സോ ഓൺ, അതായത് ഓപ്പൺ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസംസ് ആണ് അതിന് വലിയൊരു റീസൺ ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ആരാണ് ഷേക്സ്പിയറിനെ ഹോമർ എന്നും അതുപോലെ തന്നെ ജോൺസനെ വിർജിൽ എന്നും വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഡ്രൈഡൻ ആണ് കേട്ടോ. ഡ്രൈഡൻ ആണ് ശരി ഉത്തരമായിട്ട് നമുക്ക് വരുന്നത്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നെക്സ്റ്റ് ഇയറിൽ ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യത ഡ്രൈഡൻ ഹോമർ ആയിട്ട് ഇക്വേറ്റ് ചെയ്തത് ആരെയാണ്? ഓക്കെ, ഓപ്ഷൻസിനകത്ത് ഷേക്സ്പിയറും അതുപോലെ തന്നെ നമ്മുടെ ജോൺസണും മിൽട്ടണും ഹോമറും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ആ സമയത്ത് നമ്മൾ കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു ചോദിച്ചാലും നമ്മുടെ കയ്യിൽ ഉത്തരം ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഒരു പ്രോസസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നെറ്റ് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളൊരു ചെറിയ എക്സ്പ്ലനേഷൻ ഭാഗം കൂടെ നോക്കുവാണേ. ശ്രദ്ധിച്ചേ, ജോൺ ഡ്രൈഡൻ മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഹിസ് എസ്സേ, ആൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസി. ഓക്കെ, അദ്ദേഹത്തിന്റെ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസിയിലാണ് ഡ്രൈഡൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചത്. ഹി യൂസസ് ദിസ് കമ്പാരിസൺ ടു ഹൈലൈറ്റ് ദ ക്വാളിറ്റീസ് ഓഫ് ഷേക്സ്പിയർ ആസ് ഹോമറിക്, ഓക്കെ, or original, great dramatist, and Ben Jonson as a more refined Virgilian writer. Okay, അപ്പൊ ശ്രദ്ധിച്ചേ, he uses the comparison to highlight the qualities of Shakespeare as Homeric. Okay, അപ്പൊ ഷേക്സ്പിയറിനെ ഹോമറിക് എന്നും അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ആണ്. ബെൻ ജോൺസനെ റിഫൈൻ ചെയ്ത എങ്ങനെയാണ് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്നത്? വിർജീലിയൻ റൈറ്റർ ആയിട്ടാണ് കേട്ടോ. ഹോമറും വിർജിലും എക്കാലത്തും എപ്പിക്സ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആയിരുന്നു, അവരുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഡ്രൈഡൻ ആണ് ഇത്തരത്തിലുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. നോക്കിക്കേ, നമുക്ക് 105ാമതൊരു ചോദ്യം വരുന്നുണ്ട്. Who described Raja Ram Mohan Roy as the inaugurator of the modern age in India? ഇത് ഏത് ഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണ്? അതായത് ഇതിന് മുൻപുള്ള ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ക്രിറ്റിസിസം ആണ്. യൂണിറ്റ് 8 ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിൽ നിന്ന് വന്ന, ലിറ്റററി ക്രിറ്റിസിസത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് 104ാമതായിട്ട് നമ്മൾ കണ്ടത്. 105ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്യോർ ആയിട്ടും നമ്മുടെ യൂണിറ്റ് 6 ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. ശ്രദ്ധിച്ചേ, Who described Raja Ram Mohan Roy as the inaugurator of modern age in India? അതായത് ഇന്ത്യയിൽ റെവല്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള റീഫോർമേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്, അല്ലെ? റെനൈസൻസ് ഹാപ്പൻഡ് ആയിട്ടുണ്ട്, നവോത്ഥാനങ്ങൾ നടന്നിട്ടുണ്ട്. എപ്പോഴും ഒരു നവോത്ഥാന നായകനായിട്ട് തന്നെയാണ് നമ്മൾ രാജാറാം മോഹൻ റോയിയെ കാണുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അതിനെതിരെ പ്രക്ഷോഭിച്ച ഒരു ഫേമസ് ആയിട്ടുള്ള ലീഡറാണ്. ഇനി അതുപോലെ തന്നെ സതീ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അതായത് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ചിതയിലേക്ക് വൈഫിനെ തള്ളിയിടുന്ന ഒരു രീതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ വൈഫ് പിന്നീട് ജീവിക്കേണ്ട, അവരുടെ ലൈഫിന് ഒരു വാല്യൂവും കൊടുക്കാതെ, when the man dies the women should
ഷുഡ് ഡൈ വിത്ത് ദാറ്റ് മാൻ എന്നുള്ള ഒരു പ്രോസസ് ആയിരുന്നു സതി സിസ്റ്റം പറയുന്നത്. സോ അങ്ങനെ പാടില്ല. വിഡോസിന്റെ റീമാരേജിനെ കുറിച്ചും ഒക്കെ തന്നെ ചിന്തിച്ച, അതുപോലെ തന്നെ അവരുടെ ലൈഫ് പിന്നീട് മുന്നോട്ട് പോകേണ്ടതാണ്, അവരുടെ ജീവൻ അതിൻ്റെതായ വിലയുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ അത് സമൂഹത്തെ മനസ്സിലാക്കി കൊടുത്ത ഒരു നവോത്ഥാന നായകൻ തന്നെയാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച്, രാജാറാം മോഹൻ റോയ് ഹു ഡിസ്ക്രൈബ് രാജാറാം മോഹൻ റോയ് ആസ് ദ ഇനാഗുറേറ്റർ ഓഫ് ദ മോഡേൺ ഏജ് ഇൻ ഇന്ത്യ. ഓപ്ഷൻസ് നോക്കിക്കേ, നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഓപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ ക്യാവേലി വെങ്കട ബോറിയ, ഇനി അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും ജ്യോതിബ ഫൂലെയുമാണ് നമുക്ക് ഓപ്ഷനിലുള്ളത്. ഓക്കെ, ടാഗോർ, ബോറിയ, ഗാന്ധി, ഫൂലെ. ഓക്കെ, ജ്യോതിബ ഫൂലെയെ കുറിച്ച് നമുക്ക് കുറെ ഇതുപോലെയുള്ള ഫാക്ടുകൾ ഇന്ത്യയുടെ മോഡേണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്കൊരു ആൻസർ വേണം. ശരി ഉത്തരം വരുന്നത് ഫസ്റ്റ് വൺ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ആണ് രാജാറാം മോഹൻ റോയിയെ ഇത്തരത്തിൽ മോഡേൺ ഇന്ത്യയുടെ ഇനാഗുറേറ്റർ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, മോഡേൺ ഇന്ത്യയുടെ ഇനാഗുറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് മോഡേൺ ഇന്ത്യയിൽ മോഡേണൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഹാപ്പൻഡ് ആവാനായിട്ട് അതിന് മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തി എന്നുള്ള വിശദീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം രാജാറാം മോഹൻ റോയിയെ ഇനാഗുറേറ്റർ ഓഫ് ദ മോഡേൺ ഏജ് ഇൻ ഇന്ത്യ എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who has coined the phrase bricolage? Okay, അപ്പൊ ബ്രിക്കോളാഷ് എന്ന് പറയുന്ന ഐഡിയ ആര് കോയിൻ ചെയ്തതാണ്? ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ക്ലോഡ് ലെവി സ്ട്രോസ്, റേമണ്ട് വില്യംസ്, മാർട്ടിൻ ഹൈഡ്ജർ, അതുപോലെ തന്നെ നമുക്ക് ഫൂക്കോ ഉണ്ട്. ഓക്കെ, സ്ട്രോസ്, വില്യംസ്, ഹെഡ്ഗർ, അതുപോലെ തന്നെ നമുക്ക് ഫൂക്കോ. ഓക്കെ, ആരാണ് ബ്രിക്കോളാഷ് എന്ന് പറയുന്ന ഐഡിയ, ഓക്കെ, ബ്രിക്കോളാഷ് എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തത്? ഫ്രേസ് ആണത് കേട്ടോ. അത് കോയിൻ ചെയ്തത് ആരാണ്? ഓക്കെ, കേട്ടിട്ടുണ്ടോ? സ്ട്രോസ് ആണ് കേട്ടോ. നമ്മൾ ഈ ക്ലോഡ് ലെവി സ്ട്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ബ്രിക്കോളാഷ് എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, വില്യംസും ഹെഡ്ജറും ഫൂക്കോയും ഒക്കെ തന്നെ ഒരുപാട് നല്ല ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രഗത്ഭന്മാരാണ്. നോക്കിക്കേ, ഇൻ ക്ലോഡ് ലെവി സ്ട്രോസസ് anthropology, bricolage refers to a process of using available materials and ideas to create something new, essentially making do with what's at hand. നമ്മുടെ കയ്യിലുള്ളതിന് ഒരു റീകളറിംഗ് കൊടുക്കുന്നു. അതാണ് ബ്രിക്കോളാജ് എന്നതുകൊണ്ട് സ്ട്രോസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മനുഷ്യനെ കുറിച്ചുള്ള പഠന മേഖലയാണ് അല്ലെ. ഏത് പഠന മേഖല എടുത്താലും ആ പഠന മേഖലകൾക്കെല്ലാം തന്നെ ബന്ധമുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ ഒരു കണക്ഷൻ ഉള്ള മേഖലയാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആന്ത്രോപോളജിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇൻ ക്ലോഡ് ലെവി സ്ട്രോസസ് ആന്ത്രോപോളജി, ബ്രിക്കോളാജ് refers to a process of using available materials and ideas to create something new, essentially making do with what's at hand. നമ്മുടെ കയ്യിലുള്ളതിൽ നിന്നും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ബ്രിക്കോളാജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. He contrasted the bricklayer who employs this method with the engineer who works from a pre-planned design. Bricolage is not seen as inferior, but rather a distinct way of thinking that is also present in scientific thought. അതായത് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് മാജിക്സ് വേണേലും ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് നമ്മൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ വീണ്ടും ചില ഡെക്കോർ ഐറ്റംസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്? കാരണം അതുകൊണ്ട് വേറെ യൂസ് ഒന്നുമില്ല. ഇനി അത് നമ്മൾ എർത്തിലേക്ക് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് എർത്തിന് ഒരു വലിയ ഭീഷണിയാണ് അല്ലെ. സോ അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പാഴ് വസ്തുക്കളിൽ നിന്ന് വളരെ മനോഹരമായ വസ്തുക്കൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും എന്ന് പറയും അല്ലെ. പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ വീണ്ടും നമ്മൾ അത് ഉപയോഗിക്കും. സോ ഇങ്ങനെയുള്ള എക്സിസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും മാജിക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഐഡിയ ആണ് ബ്രിക്കോളാജ് എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഏത് ഏരിയാസിലും നമുക്ക് ബ്രിക്കോളാജിനുള്ള ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. എല്ലാ ഫീൽഡിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രസക്തി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സയന്റിഫിക് ആംഗിളും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ എപ്പോഴും ഓർക്കണം, ബ്രിക്കോളാജിനകത്തില് നമ്മുടെ സ്ട്രോസ് തന്നെ പറയുന്നുണ്ട്, ബ്രിക്കോളിയർ അറിയപ്പെടുന്നത് ഒരു എഞ്ചിനീയർ എന്ന നിലയിലാണ്. ഒരു എഞ്ചിനീയർ ഓർ എ മാനുഫാക്ചർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എഞ്ചിനീയർ എന്നുള്ള വേർഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ക്രിയേറ്റിംഗ് ന്യൂ തിങ്സ് ഫ്രം ദ എക്സിസ്റ്റിംഗ് വൺ. ഓക്കെ, അടുത്തത് നോക്കാം. Arrange the following works of feminism in chronological order. ഓക്കെ, ഫെമിനിസത്തിന്റെ കുറച്ച് വർക്കുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 5 വർക്കുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ആദ്യം തന്നെ വർക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കൃത്യം ഒന്ന് വായിച്ചു നോക്കണം. ശ്രദ്ധിച്ചേ, ദ ഫീമെയിൽ ഇമാജിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദ മാഡ് വിമൻ ഇൻ ദ ആറ്റിക് നമ്മൾ കേട്ടിട്ടുള്ള വർക്കാണ്. എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ, ഷെവാൾട്ടറിന്റെ ഒരു വർക്കാണ്. വിമൻ സപ്രസീവ് ടുഡേ
പ്രോബ്ലംസ് ഇൻ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് അനാലിസിസ്, അതുപോലെ തന്നെ റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ്. ഓക്കെ, ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ഇവിടെ വർക്കുകൾ കാണാൻ സാധിക്കും. ദ ഫീമെയിൽ ഇമാജിനേഷൻ, ദ മാഡ് വിമൻ ഇൻ ദ ആറ്റിക്, എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ, അതുപോലെ തന്നെ വിമൻസ് ഒപ്രഷൻ ടുഡേ, പ്രോബ്ലംസ് ഇൻ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് അനാലിസിസ്, അതുപോലെ തന്നെ റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ഇതും അഞ്ചും എന്താണ്, ലിറ്ററി വർക്കുകളാണ്, ഫെമിനിസോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലിറ്ററി വർക്കുകളാണ്. നമുക്കറിയാം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു ഫെമിനിസോ എന്ന് പറയുന്നത്, അല്ലെ? ഒരു എംപവർമെന്റ് മൂവ്മെന്റ് എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ ക്രോണോളജിക്കലി നമുക്ക് അറേഞ്ച് ചെയ്യണം. ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓക്കെ, EDBCA, BACED, ECBAD, ABCDE. ഓപ്ഷൻസ് നോക്കിക്കേ, EDBCA, ABCED, അതുപോലെ തന്നെ നമുക്ക് ECBAD ഉണ്ട്, ABCDE ഉണ്ട്. ഓക്കെ, 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്രോണോളജി വൈസ് വരുമ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ നമുക്ക് ഏത് കൊടുക്കാൻ പറ്റും? ക്രോണോളജി വൈസ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? കറക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? കറക്റ്റ് വരുന്നത് നമുക്ക് എന്താണ്, ECBAD ഇല്ലേ? ECBAD. ഓക്കെ, ECBAD എന്ന് പറയുമ്പോൾ ഏതാണ്? ECBAD എന്ന് പറയുമ്പോൾ നമ്മുടെ മൂന്നാമത്തതാണ് അല്ലെ? മൂന്നാമത്തതാണ് കറക്റ്റ് വൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ECBAD. ഓക്കെ, ECBAD ആണ് ഇതിന്റെ കറക്റ്റ് ഐഡിയ ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആദ്യം വരുന്നത് E ആണ്, പിന്നെ C വരുന്നു, പിന്നെ B വരുന്നു, A വരുന്നു, D വരുന്നു. ഓക്കെ, അപ്പൊ ഏത് ഓർഡറിൽ വരും? ക്രോണോളജി ചെക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തതാണ് റൈറ്റ് ഓപ്ഷൻ. റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ് ആദ്യം, ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ രണ്ടാമത് വരുന്നു, ദ മാഡ് വിമൻ ഇൻ ദ ആറ്റിക് ആണ് മൂന്നാമത് ഇയർ ഓഫ് പബ്ലിക്കേഷന്റെ ബേസിൽ വരുന്നത്. പിന്നെ ഫീമെയിൽ ഇമാജിനേഷൻ വരുന്നത് നമുക്ക് എന്താണ്, ഫസ്റ്റ് വൺ തന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഡി നോക്കിക്കേ, ഡി വരുന്നത് നമുക്ക് വിമൻസ് ഓപ്പറേഷൻ ടുഡേ, പ്രോബ്ലംസ് ഇൻ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് അനാലിസിസ്. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? മൂന്നാമത്തതാണ് കറക്റ്റ് കേട്ടോ, ECBAD. അതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് എഴുതിയത് ആരാണെന്നും കുറച്ച് ഇൻഫർമേഷൻസ് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കിക്കേ, റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹെലൻ സിക്സസിന്റെ ഒരു വർക്ക് ആണ് കേട്ടോ. റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹെലൻ സിക്സസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വർക്ക് ആണ്. ദിസ് വർക്ക് ഈസ് എ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ഇൻ ഫ്രഞ്ച് ഫെമിനിസ്റ്റ് തിയറി. അതായത് ഫ്രഞ്ച് പീപ്പിളിന്റെ ഫെമിനിസ്റ്റ് തിയറിയിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് സിനോറിയോയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഫെമിനിസ്റ്റ് തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ട് ഇത് നിലനിൽക്കുന്നുണ്ട്. ഫോക്കസിംഗ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ്, റൈറ്റിംഗ് ആൻഡ് ഫീമെയിൽ ഐഡന്റിറ്റി. ഓക്കെ, ലാംഗ്വേജ്, റൈറ്റിംഗ്, ഫീമെയിൽ ഐഡന്റിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ആര് ഫോക്കസ് കൊടുക്കുന്നത്? ഹെലൻ സിക്സസ് ഫോക്കസ് കൊടുക്കുന്നത്. സിക്സസിന്റെ വേറെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ലാഫ് ഓഫ് മെഡൂസ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട സിക്സസിന്റെ ഒരു വർക്കാണ് ലാഫ് ഓഫ് മെഡൂസ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന എന്താന്ന് നോക്കിക്കേ, ദിസ് വർക്ക് ഈസ് എ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ഇൻ ഫ്രഞ്ച് feminist theory focusing on the relationship between language, writing and female identity. Okay, language ഉം writing ഉം female identity ഉം ഇവിടെ ഒരു മാറ്റർ ആയിട്ട് വരുന്നു. Literature of their own എന്ന് പറയുന്നത് എലൈൻ ഷെവാൾട്ടറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ. എലൈൻ ഷെവാൾട്ടറിന്റെ പുസ്തകമാണ്. This book analyzes the development of a distinct women's literary tradition. Okay, ഒരു distinct women literary traditionനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു distinct ആയിട്ടുള്ള literary women traditionനെ കുറിച്ചാണ് പറയുന്നത്. കാരണം എപ്പോഴും ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ പുതിയ അസറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. പുതിയ പുതിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലിറ്ററേച്ചറിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്പേസ് എന്താണ്. ഇപ്പൊ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓണിനകത്തിൽ വിർജീനിയ വൂൾഫിന്റെ പല പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് എ വിമൻ നീഡ് എ റൂം ഓഫ് ഹെർ ഓൺ ടു ക്രിയേറ്റ് ഹെർ ഓൺ ഐഡിയാസ് ഇല്ലേ. ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ. അപ്പൊ എക്രീച്ചർ ഫെമൈനെ കുറിച്ചാണ് പറയുന്നത്. എക്രീച്ചർ ഫെമൈൻ എന്താണ്? അതായത് സ്ത്രീകൾ എഴുതുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് സ്ത്രീകളുടെ ജീവിതം എന്താണെന്ന് അറിയാം ഇല്ലേ. അതിന്റെ വെളിച്ചത്തിലാണ് സ്ത്രീകൾ എഴുതുന്നത്. അപ്പം ലേഡീസിന്റെ അല്ലെങ്കിൽ ഫീമെയിലിന്റെ സഫറിങ്സ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫീമെയിൽ റൈറ്റർക്ക് തന്നെയാണ്. സോ വി ഹാവ് ടു ഗിവ് സ്പേസ് ഫോർ ദിസ് ഫീമെയിൽ റൈറ്റേഴ്സ് ടു ഇല്ലേ. അതിന് മുൻപൊക്കെ എന്തായിരുന്നു സംഭവിക്കുന്നത്? ബൾക്കായിട്ട് സ്ത്രീകളുടെ പുസ്തകങ്ങൾ ബേൺ ചെയ്ത് കളയുന്ന രീതികളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതിനോടൊക്കെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള വിയോജിപ്പുകൾ ഇവിടെ ഈ പുസ്തകം പ്രകടമാക്കുന്നുണ്ട്. ദ മാഡ് വിമൻ ഇൻ ദ ആറ്റിക് നമ്മുടെ സാൻഡ്ര ഗിൽബർട്ടിന്റെയും സൂസൻ ഗൂബറിന്റെയും ഒരു വർക്കാണ്. This influential work explores the representation of women in the 19th century literature. Okay, 19th century literature-ലെ സ്ത്രീകളുടെ റെപ്രസെന്റേഷനെ കുറിച്ച് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് ദ ഫീമെയിൽ ഇമാജിനേഷൻ ഉണ്ട്. അത് നമ്മുടെ പെട്രീഷ്യ മേയർ സ്പാക്സിന്റെ ആണ് കേട്ടോ. പെട്രീഷ്യ മേയർ സ്പാക്സ്.
This book examines the development of women's intellectual and creative lives. Okay, സ്ത്രീകളുടെ ഇന്റലക്ച്വൽ ആൻഡ് ക്രിയേറ്റീവ് ലൈഫിനെ കുറിച്ചാണ് അവിടെ കൂടുതലായിട്ടും പറയാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, വിമൻസ് ഒപ്രഷൻ ടുഡേ പ്രോബ്ലംസ് ഇൻ മാർക്സിസ് ഫെമിനിസ്റ്റ് അനാലിസിസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ബാരറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ദിസ് ബുക്ക് ഓഫേഴ്സ് എ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ദ കോസ് ആൻഡ് നേച്ചർ ഓഫ് ദ വിമൻസ് ഒപ്രഷൻ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ എഴുത്തുകാരുടെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ പറയുന്നില്ല. ഈ ക്വസ്റ്റിനകത്ത് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല. നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ നെക്സ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിലെ തന്നെ റൈറ്റേഴ്സും അതുപോലെ തന്നെ അവരുടെ ബുക്കുകളും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ തന്നെ ഒരു ഫെമിലിയാരിറ്റി ക്രിയേറ്റ് ചെയ്ത് അങ്ങ് പോകാമെങ്കിൽ ആ സമയത്ത് അത് മച്ച് ഈസിയർ ആയിരിക്കും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ഉത്തരം കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ നോക്കി പോകാനായിട്ട് കേട്ടോ. എപ്പോഴും ഒരു ഇപ്പൊ ക്രോണോളജി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ക്രോണോളജിയും അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതിയത് ആരാണെന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് അങ്ങ് ശ്രമിക്കുക. അതേ നോക്കിക്കുക, റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ് സിക്സസിന്റെ ആണ്, ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ വാൾട്ടറിന്റെ ആണ്. അങ്ങനെ ചിലതൊക്കെ നമുക്ക് കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടുന്ന 1-2 വർക്ക് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ മാഡ് വിമൻ ഇൻ ദ ആറ്റിക് ഗിൽബർട്ടും അതുപോലെ തന്നെ ഗൂബറും ചേർന്ന് ചെയ്തതാണ്. ഇനി അതുപോലെ തന്നെ ഫീമെയിൽ ഇമാജിനേഷൻ നമ്മുടെ പട്രീഷ്യ മേയർ സ്പാക്സിന്റെ ആണ്. വിമൻസ് ഓപ്പറേഷൻ ടുഡേ പ്രോബ്ലംസ് ഇൻ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് അനാലിസിസ് ബാരറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സോ എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ടൈമിൽ നെക്സ്റ്റ് ടൈമിൽ ഏതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതെന്ന് നമുക്ക് ചെറിയൊരു പ്രഡിക്ഷൻ അതിന്റെ ഇപ്പൊ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ക്രോണോളജി കൂടുതലാണെങ്കിൽ അടുത്ത വട്ടം കൂടുതലായിട്ടും റൈറ്റേഴ്സിനെയും വർക്കിനെയും മാച്ചപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റിങ്ങും അതുപോലെ തന്നെ ബുക്കും തമ്മിൽ മാച്ച് ചെയ്യാനൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 108ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് മാച്ചപ്പ് ആണ്. പറഞ്ഞതുപോലെ തന്നെ അല്ലെ, നോക്കി ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇതിനു മുൻപ് നമുക്ക് വർക്കും ക്രോണോളജിയും കണ്ടെത്താനായിരുന്നു. ഇപ്പൊ ചോദിച്ചിട്ടുള്ള പാറ്റേൺ ഏതാണ്? നമ്മുടെ റൈറ്ററിനെയും അതുപോലെ തന്നെ റൈറ്ററിന്റെ ബുക്കിനെയും തമ്മിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. നോക്കിയാലോ, പോവർട്ടി, ഇപ്പൊ ഈ സൈഡിൽ തന്നിട്ടുള്ളതൊക്കെ തന്നെ വർക്കുകളുടെ പേരാണ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതിന് നേരെ തന്നിട്ടുള്ളത് റോമേഷ് ചാൻഡർ ഡെത്തിന്റെ പേരാണ്. ഇനി അതുപോലെ തന്നെ ദ സ്ലേവ് ഗേൾ ഓഫ് ആഗ്ര, അവിടെ നമുക്ക് ദാദാബായി നവറോജിയുടെ പേരാണ് തന്നിട്ടുള്ളത്. ലവ് സോങ്സ് ആൻഡ് എലീജീസിനകത്തില് രവീന്ദ്രനാഥ ടാഗോറിന്റെ പേരാണ് ഇവിടെ നമുക്കുള്ളത്. മൂന്നാമതായിട്ട് ഗോറ, നമ്മുടെ മൻമോഹൻ ഘോഷിന്റെ പേരും കാണാനായിട്ട് സാധിക്കും. കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടിക്കാണും. ഈ ഗോറയൊക്കെ കണ്ടപ്പോൾ തന്നെ കുറച്ച് കിട്ടിക്കാണും. ഇനി അതുപോലെ തന്നെ സ്ലേവ് ഗേൾ ഓഫ് ആഗ്ര എക്കാലത്തെ മികച്ച കുറച്ച് ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ലവ് സോങ്സും എലിജീസും കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കും. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ കുറച്ച് ഹിസ്റ്റോറിക്കൽ ടച്ച് കൺവേ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോസ് സ്റ്റൈൽ വർക്ക് ആണ് കേട്ടോ, പ്രോസ് വർക്ക് ആണ്. അപ്പൊ നോക്കിക്കേ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന വർക്കുകളെ അതിന്റെ കറക്റ്റ് ഓതേഴ്സുമായിട്ട് മാച്ച് ചെയ്തെടുക്കണം. ഓക്കെ, 1-2 എണ്ണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. നോക്കിക്കേ, ഇപ്പം ഇത് ഈസിയാണ്. ലൈക്ക് ഇപ്പം എയുടെ ആൻസർ അറിയാവുന്നവർക്ക് തന്നെ കിട്ടും. നോക്കിക്കേ, A2 B1 അതുപോലെ A2 A1 A3 A4 അല്ലെ. അപ്പൊ A1 ആണ് അല്ലെ 2 ആണെന്ന് ഷുവർ ആയിട്ടുള്ള ആൾക്ക് പിന്നീട് ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി മാത്രം വിട്ടാൽ മതി. കാരണം വേറെ ഒന്നിലും A2 ആയിട്ടോ A1 ആയിട്ടോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒറ്റ തവണ മാത്രമാണ്. പക്ഷെ B1 വന്നിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്, B2 വന്നിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. സിയുടെ കേസിലും വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഡിയും നമുക്ക് വൺസ് ഡിയുടെ കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ ഉത്തരം കിട്ടും. കാരണം ഡി എങ്ങും ഡീവിയേറ്റ് ചെയ്തിട്ടില്ല, എല്ലായിടത്തും ഡി വ്യത്യസ്തമായിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 3 എന്ന പാറ്റേണിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊരു ശരി ഉത്തരം വേണം. ശരി ഉത്തരം ഫസ്റ്റ് 1 തന്നെ നമ്മുടെ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. A2 B1 C4 D3. ഓക്കെ, അപ്പൊ നോക്കിക്കേ, A2 എന്ന് പറയുമ്പോൾ ഏതാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് നമ്മുടെ ദാദാബായി നവറോജിയുടെ പുസ്തകമാണ്. B1 എന്ന് പറയുമ്പോൾ സ്ലേവ് ഗേൾ ഓഫ് ആഗ്ര, രമേശ് ചന്ദ്ര ദത്തിന്റെ വർക്ക് ആണ്. അതുപോലെ തന്നെ C4 ആണ് പറഞ്ഞേക്കുന്നത് അല്ലെ. C4 എന്ന് പറയുമ്പോൾ ഏത് വരും? C4 എന്ന് പറയുമ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? C4 എന്നുള്ള പാറ്റേണിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ലവ് സോങ്സ് ആൻഡ് എലിജീസ് അല്ലെ. ലവ് സോങ്സ് ആൻഡ് എലിജീസ് നമുക്ക് മൻമോഹൻ ഘോഷുമായിട്ട് മാച്ച് ചെയ്യാം. ഗോറ നമുക്ക് രവീന്ദ്രനാഥ ടാഗോറിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ദിസ് വൺ ഈസ് ആക്ച്വലി C ആൻഡ് ദിസ് വൺ ഈസ് D അല്ലെ. കറക്റ്റ് ആയില്ലേ? അപ്പൊ ആദ്യം തന്നെ കിട്ടാൻ സാധ്യത ഇതാണ് ഗോറ അല്ലെ. അതായത് D3 ആണെന്നുള്ള കാര്യം ഷുവർ ആയിട്ടുണ്ടാവും. D3 വരുന്ന വേറെ എങ്ങും ഇല്ല അല്ലെ. രവീന്ദ്രനാഥ ടാഗോറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ഗോറ എന്ന് പറയുന്നത്. ഗോറ അല്ലെ, ഗോറ. ദാറ്റ് മീൻസ് അത് നിങ്ങൾക്ക് അത്രയും കൺഫേം ആണെങ്കിൽ ബാക്കി കാര്യങ്ങളിൽ നിങ്ങൾ ബോധേഡ് ആവേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം D3 D4 D2 D1 പാറ്റേൺ ആണ് വന്നേക്കുന്നത് അല്ലെ. D3 ഷുവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് A തന്നെ കറക്റ്റ് ആൻസർ ആക്കാനായിട്ട്
സാധിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ A2 ദാദാബായി നവറോജിയുടെ വർക്ക് ആണ്. ഇനി അതുപോലെ തന്നെ B1 വരും അല്ലെ, സ്ലേവ് ഗേൾ ഓഫ് ആഗ്ര എന്ന് പറയുന്നത് റോമേഷ് ചന്ദ്ര ദത്തിന്റെ വർക്ക് ആണ്. ഇനി നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത് C4 ആണ് അല്ലെ. C4 എന്ന് പറയുമ്പോൾ ഏതാണ്? ലവ് സോങ്സ് ആൻഡ് എലിജീസ് എന്ന് പറയുന്നത് മൻമോഹൻ ഘോഷിന്റെ പുസ്തകമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ മോസ്റ്റ് ഫേമസ് വർക്ക് ഗോറ. ഓക്കെ, ഗോറ രവീന്ദ്രനാഥ ടാഗോറിന്റെയും വർക്ക് ആണ്. സോ ആ പാറ്റേണിൽ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. എക്സ്പ്ലനേഷൻ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് നോക്കി പോവാം കേട്ടോ. കാരണം ഇനി ഏതെങ്കിലും കേസിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലോ പ്രത്യേകിച്ച് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. റൈറ്റ് ഓതേഴ്സിനെ നമ്മളവിടെ മാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാബായി നവറോജി, സ്ലേവ് ഗേൾ ഓഫ് ആഗ്ര റോമേഷ് ചന്ദ്ര ദത്ത്. ഇനി അതുപോലെ തന്നെ ലവ് സോങ്സ് ആൻഡ് എലിജീസ് ഘോഷിന്റെ ആണ്, മൻമോഹൻ ഘോഷിന്റെ വർക്ക് ആണ്. ആൻഡ് ഗോറ എന്ന് പറയുന്നത് നമ്മുടെ ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം അടക്കം 1913 നോബൽ സമ്മാനം അടക്കം ലഭിച്ച രവീന്ദ്രനാഥ ടാഗോറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. 108ാമത്തെ ചോദ്യമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. 108 ശേഷം നമുക്ക് 109 ഉണ്ട്. 109 നമുക്ക് നോക്കാം. Arrange the following works of criticism chronologically. Okay, chronologically നമ്മൾ എന്ത് ചെയ്യണം? Works of criticism ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇയർ ബേസിലാണ് ചെയ്യേണ്ടത്. Gender trouble, feminism and the subversion of identity, a history of gay literature, the male tradition, history of sexuality, new lesbian criticism, literary and cultural readings, bodies that matter. Okay, നമുക്ക് 5 വർക്കുകൾ ഉണ്ട്. ജെൻഡർ ട്രബിൾ, ഫെമിനിസം ആൻഡ് ദ സബോർഷൻ ഓഫ് ഐഡന്റിറ്റി, എ ഹിസ്റ്ററി ഓഫ് ഗേ ലിറ്ററേച്ചർ, ദ മെയിൽ ട്രഡീഷൻ, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, ന്യൂ ലെസ്ബിയൻ ക്രിറ്റിസിസം, ലിറ്റററി ആൻഡ് കൾച്ചറൽ റൈറ്റിംഗ്സ്, ബോഡീസ് ദാറ്റ് മാറ്റർ. ഓക്കെ, ബോഡീസ് ദാറ്റ് മാറ്റർ 5 വർക്കുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്യണം. ഓക്കെ, EDBCA നമുക്കുണ്ട്, ABCED ഉണ്ട്, സോറി BACED ഉണ്ട്, CADEB ഉണ്ട്, അതുപോലെ തന്നെ CBADE ഉണ്ട്. ഓക്കെ, ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കണേ. EDBCA ഉണ്ട്, BACED, CADEB, അതുപോലെ തന്നെ CBADE. ഓക്കെ, 4 ഓപ്ഷൻസ് ആയല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ഈ 5 പുസ്തകങ്ങളെ അറേഞ്ച് ചെയ്യാൻ പോവാണേ. നോക്കിക്കേ, നമുക്ക് ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ ആണ്, അതായത് CBADE ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, CBADE. ഓക്കെ, അപ്പൊ CBADE എങ്ങനെയാണ് നമുക്ക് നോക്കാം. The correct chronological order of the listed work is CBADE. This is because the history of sexuality by Foucault was published first, followed by history of gay literature by Brian Finney. അതുപോലെ തന്നെ ജെൻഡർ ട്രബിൾ, നമ്മുടെ ബട്ട്ലറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ആണ് അല്ലെ. ജെൻഡർ ട്രബിളിനകത്ത് ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കാണുന്നത് ബട്ട്ലറിന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ആണ്. ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ ട്രബിൾ ആൻഡ് ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. വാസ് നെക്സ്റ്റ്. ആൻഡ് പിന്നീട് ന്യൂ ലെസ്ബിയൻ ക്രിറ്റിസിസം വരുന്നുണ്ട്, അതൊരു ആന്തോളജി ആണ്. ആൻഡ് ഫൈനലി നമുക്ക് ബോഡീസ് ദാറ്റ് മാറ്റർ വരുന്നുണ്ട്, ജൂഡിത്ത് ബട്ട്ലറിന്റെ ആണ്. ഓക്കെ, ആന്തോളജീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ എൻട്രീസ് നമുക്ക് കാണാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ റൈറ്ററിന്റെ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ എൻട്രീസ് നമുക്ക് കാണാൻ പറ്റും. ഷെയർ ഓഫ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡീസ് ദാറ്റ് മാറ്ററിന് മുന്നേ ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് വരുന്നത് CBADE ആണ് കേട്ടോ. CBADE. അപ്പൊ CBADE എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, എ ഹിസ്റ്ററി ഓഫ് ഗേ ലിറ്ററേച്ചർ, ദ മെയിൽ ട്രഡീഷൻ, അതുപോലെ തന്നെ നമുക്ക് ജെൻഡർ ട്രബിൾ, ഫെമിനിസം ആൻഡ് സബോർഷൻ ഓഫ് ഐഡന്റിറ്റി, ന്യൂ ലെസ്ബിയൻ ക്രിറ്റിസിസം, ലിറ്റററി ആൻഡ് കൾച്ചറൽ റീഡിങ്സ്, അതുപോലെ തന്നെ ബോഡീസ് ദാറ്റ് മാറ്റർ. ഓക്കെ, CBADE എന്നുള്ള എന്താണ് പാറ്റേണിൽ നമുക്ക് ആൻസർ കൊണ്ടുവരാനായിട്ട് സാധിക്കും. CBADE. ഓക്കെ, അപ്പൊ റൈറ്റേഴ്സിന്റെ പേരൂടെ കിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കാം. ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി ബൈ ഫൂക്കോ, published in 3 volumes between 1976 and 1984. This work is a foundational text in the study of sexuality and power. Okay, സെക്ഷുവാലിറ്റിയെ കുറിച്ചും പവറിനെ കുറിച്ചും പഠിക്കാനായിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. എ ഹിസ്റ്ററി ഓഫ് ഗേ ലിറ്ററേച്ചർ, ദ മെയിൽ ട്രഡീഷൻ ബൈ ബ്രയൻ ഫിന്നി ഉണ്ട്. While the exact publication date of Finney's book is not specified in the search results, it's generally understood to have been published later than Foucault's History of Sexuality and would likely have drawn on its framework. Okay, ഇനി ജെൻഡർ ട്രബിൾ നോക്കിക്കഴിഞ്ഞാൽ അത് ബട്ട്ലറിന്റെ ആണ്.
ബ്രേക്കിംഗ് പുസ്തകമായിരുന്നു. പബ്ലിഷ് ചെയ്യുന്നത് 1990-ലാണ്. സോൾഡിഫൈഡ് ബട്ട്ലേഴ്സ് റോൾ ഇൻ ക്യൂർ തിയറി ആൻഡ് ഫെമിനിസ്റ്റ് തോട്ട്. ഓക്കെ, ഫെമിനിസ്റ്റ് തോട്ടിലും ക്യൂർ തിയറിയിലും ഒക്കെയുള്ള ബട്ട്ലറിന്റെ ഒരു റോൾ എന്താണ്, ബട്ട്ലറിന്റെ സ്പേസ് എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചു. ഇനി ന്യൂ ലെസ്ബിയൻ ക്രിറ്റിസിസം, ലിറ്റററി ആൻഡ് കൾച്ചറൽ റീഡിംഗ്സ് ഉണ്ട്. ദിസ് ആന്തോളജി വിച്ച് കണ്ടെയ്ൻസ് essays by various authors does not have a publication date specified but is generally understood to have come after ജെൻഡർ ട്രബിൾ. ഓക്കെ, ആന്തോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് ജെൻഡർ ട്രബിളിന് മുമ്പാണ് ഇത് വന്നിട്ടുള്ളത്. ബോഡീസ് ദാറ്റ് മാറ്റർ ബൈ ജുഡിത്ത് ബട്ട്ലർ ഉണ്ട്. അതിന്റെ കറക്റ്റ് ഡേറ്റ് വരുന്നത് 1993 ആണ്. എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് പെർഫോമാറ്റിവിറ്റിയെ കുറിച്ചും മെറ്റീരിയാലിറ്റിയെ കുറിച്ചും പവറിനെ കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ഫൂക്കോയുടെ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ബട്ട്ലറിന്റെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസും ഒക്കെ കാണാനായിട്ട് സാധിക്കും. എപ്പോഴും ഫൂക്കോയെയും ബട്ട്ലറിനെയും സ്ട്രെസ്സിനെയും ഒക്കെ തന്നെ നമ്മൾ മാറ്റി മാറ്റി പഠിക്കണം. കാരണം നോക്കി വരുമ്പോൾ അല്ലെ ഡെറീഡായെ ഒക്കെ തന്നെ, കാരണം ഒരാൾ പറഞ്ഞത് തന്നെ അല്ലേ മറ്റേ ആൾ പറഞ്ഞതെന്നുള്ള ഫീലിങ്സ് നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അക്കോർഡിംഗ് ടു ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന ആളിന്റെ അഭിപ്രായത്തിൽ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വാക്കുകൾക്കും അതുപോലെ തന്നെ അതിന്റെ യൂസേജിനും ഒക്കെ തന്നെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അക്കോർഡിംഗ് ടു ദ 1991 സെൻസസ് ലാംഗ്വേജസ് ആർ കൺസിഡേർഡ് എന്താണ് കൺസിഡേർഡ് ഷെഡ്യൂൾഡ് ലാംഗ്വേജസ്. ഇല്ലേ, നമ്മുടെ അടുത്ത ചോദ്യമാണ്, 110ാമത്തെ ചോദ്യമാണ്. അക്കോർഡിംഗ് ടു ദ 1991 സെൻസസ് ലാംഗ്വേജസ് ആർ കൺസിഡേർഡ് ഷെഡ്യൂൾഡ് ലാംഗ്വേജസ്. ഇല്ലേ, അതായത് 1991 സെൻസസ് പ്രകാരം ലാംഗ്വേജുകളെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു? ഷെഡ്യൂൾഡ് ലാംഗ്വേജുകളായിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ഷെഡ്യൂൾസ് വെച്ച് നമുക്ക് വരും? 17, 18, 20, 22. ഓക്കെ, അക്കോർഡിംഗ് ടു ഡയറക്ട് ക്വസ്റ്റൻ, അക്കോർഡിംഗ് ടു ദ 1991 സെൻസസ്, നമുക്കറിയാം 1991 നടന്ന സെൻസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ച എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ച ഫസ്റ്റ് സെൻസസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പിന്നീട് വന്ന സെൻസസുകളുടെ എല്ലാം തന്നെ ഒരു മദർ അല്ലെങ്കിൽ ഒരു ബേസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത സെൻസസ് ആണ് 1991 സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ഇതിനകത്തിൽ എത്ര ഷെഡ്യൂൾ ലാംഗ്വേജുകളെ കുറിച്ചാണ് പറയുന്നത്? ഓക്കെ, 17, 18, 20, 22. റൈറ്റ് ആൻസർ വരുന്ന 18 ആണ് കേട്ടോ. 18 ഷെഡ്യൂൾ ലാംഗ്വേജുകളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. According to the 1991 census, 18 languages were considered scheduled languages. Okay, scheduled ചെയ്ത് വെച്ചിട്ടുള്ള ലാംഗ്വേജുകളായിട്ട് 18 എണ്ണത്തിനെയാണ് നമ്മൾ പരിഗണിച്ചത്. The 1991 census identified 18 languages that were listed in the 8th schedule of the Indian Constitution as scheduled languages. Okay, scheduled languageകളായിട്ട് നമ്മൾ 18 എണ്ണത്തിനെ പരിഗണിച്ചു. 18 ലാംഗ്വേജുകളെ അത്തരത്തിൽ കൺസിഡർ ചെയ്തു. These languages are recognized as official languages and have special provisions for their development and promotion. Okay, ഡെവലപ്മെന്റിനും പ്രൊമോഷനും ഒക്കെ തന്നെ അതിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. കാരണം അവർക്ക് സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തത്? കൂടുതലായിട്ടും അതിന് ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, അപ്പൊ these languages are recognized as official languages and have special provisions for the development and promotion. Okay, പിന്നെ key points ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് the 8th schedule of the Indian Constitution lists 22 languages today. Okay, എന്നാൽ 8ാമത് വന്ന ഷെഡ്യൂളിൽ ഇപ്പൊ 22 ലാംഗ്വേജുകളെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ 1991 നടന്ന സെൻസസ് പ്രകാരം എത്ര ലാംഗ്വേജുകളെ ഷെഡ്യൂൾ ലാംഗ്വേജുകളായിട്ട് പരിഗണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 ഓപ്ഷനിലുണ്ട്, തെറ്റിപ്പോകാൻ പാടില്ല. 18 എണ്ണത്തിനെയാണ് അപ്പൊ പരിഗണിച്ചത് കേട്ടോ. അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയും അതുപോലെ തന്നെ ആ ലാംഗ്വേജസിന്റെ പ്രോപ്പഗേഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു അന്ന്. Okay, so the original 14 languages were Assamese, Bengali, Gujarati, Hindi, Kannada, Kashmiri, Malayalam, Marathi, Oriya, Punjabi, Sanskrit, Tamil, Telugu and Urdu. Okay, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള 14 ലാംഗ്വേജുകളിൽ ആസാമീസ് ഉണ്ട്. ആദ്യം തന്നെ ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, മലയാളം അതിനകത്തുണ്ട്. മലയാളം ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു PSC ക്വസ്റ്റ്യൻ നമ്മൾ HSAയുടെ പാർട്ട് 1 കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻ, ആ ഒരു പാറ്റേൺ ചോദ്യം നമുക്കിപ്പോ നെറ്റിന് വന്നു. മറാത്തി, ഒറിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, തമിഴ്, തെലുഗു, അതുപോലെ തന്നെ നമ്മുടെ ഉറുദു. ഓക്കെ, സിന്ധി വാസ് ആഡഡ് ഇൻ 1967. സിന്ധി എന്ന് ആഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ 67ലാണ്. അതുപോലെ തന്നെ കൊങ്കണി, മണിപ്പൂരി, ഒപ്പം തന്നെ നേപ്പാളി വേർ ആഡഡ് ഇൻ 1992 ആൻഡ് ബോഡോ, അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്രി, സന്താളി ആൻഡ് മൈഥിലി വേർ ആഡഡ് ഇൻ 2003. ഓക്കെ, മൈഥിലി ലാംഗ്വേജ് എന്ന് ആഡ് ചെയ്തതെന്നുള്ളത് PSCയുടെ ചോദ്യമാണ്. ഇല്ല, നമ്മൾ ഡിഗ്രി ലെവലിൽ കണ്ടിട്ടുണ്ട് ആ ചോദ്യം. അപ്പൊ അത് വന്നിട്ടുള്ളത് 2003ലാണ്. ഓക്കെ, 2003ലാണ്. അപ്പൊ കണക്റ്റഡ് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടും. ഇപ്പൊ HSAയുടെ പാർട്ട് 1 കയറി ചോദിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ചോദ്യങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പാർട്ട് 1 HSAക്ക് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നെറ്റിനകത്തിലേക്ക് വരുന്നത് അല്ലെ. ചിലപ്പോൾ പലപ്പോഴും PSCക്കൊക്കെ പഠിക്കുന്നത് പോലും നിങ്ങൾക്ക് നെറ്റിന് ഉപകാരപ്രദമായിട്ട് മാറും. ഓക്കെ, ആ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം മൈഥിലിയുടെ കേസ് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ
എന്താണ് ബാക്കി ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ആദ്യം വരുന്നത് തന്നെ ആസാമീസ് ആണ്. ഇനി 1991 സെൻസസ് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 18 ഉള്ളൂ. പിന്നീട് വന്ന സെൻസസുകളിലാണ് 22 എണ്ണമായിട്ട് അതിനെ അപ്ലിഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തത്. ഓക്കെ, ഈ പറയുന്ന ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ലാംഗ്വേജുകൾക്കെല്ലാം തന്നെ പ്രോപ്പഗേഷന് വേണ്ടിയുള്ള എല്ലാ മീഡിയംസും നമ്മൾ പ്രൊവൈഡും ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്തരത്തിലുള്ള ലാംഗ്വേജുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന അമെൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഭേദഗതികളാണ് അല്ലെ. ഭേദഗതികളുടെ റിസൾട്ടും കൂടെയാണ് ഈ പറയുന്ന ഓരോ ചേഞ്ചസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാംഗ്വേജിന്റെ ബേസിലായാലും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കൾച്ചർ, സൊസൈറ്റി, എന്തിന്റെ ബേസിൽ വരുന്ന എന്ത് ചേഞ്ചസും അമെൻമെന്റ്സ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ മടങ്ങിപ്പോവാം. അക്കോർഡിംഗ് ടു ദ 1991 സെൻസസ്, ലാംഗ്വേജസ് ആർ കൺസിഡേർഡ് ഷെഡ്യൂൾഡ് ലാംഗ്വേജസ്. ഓക്കെ, അപ്പൊ 1991 സെൻസസിലാണ് ലാംഗ്വേജുകളെ ഷെഡ്യൂൾ ലാംഗ്വേജുകളാക്കാനായിട്ട് തീരുമാനം ഉണ്ടാവുന്നത്. സോ അതിന്റെ പ്രകാരമായിട്ട് ആ തവണ എത്ര ലാംഗ്വേജുകൾ ഷെഡ്യൂൾ ലാംഗ്വേജുകൾ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 എണ്ണമാണ്. ഓക്കെ, ഇതിനു മുൻപ് ഒരുപാട് സഭകൾ കൂടി ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ പരിഷ്കാരങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും തീരുമാനമായിരുന്നില്ല. പക്ഷെ 91 സെൻസസ് കാരണം നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം കൂടെ ലഭിച്ചു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സെൻസസിനെ നമ്മൾ അത്രയും സുപ്രധാനമായ ഒരു സെൻസസ് ആയിട്ട് കാണുന്നത്. പിന്നീട് വന്ന പല സർവേകളുടെയും ഒരു മദർ ആയിട്ടും കൂടെയാണ് നമ്മൾ ഈ ഒരു സെൻസസ് റിപ്പോർട്ടിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ചോദ്യമാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് 1 ചോദ്യമായിട്ട് പരിഗണിക്കാം. കാരണം യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇന്ത്യയെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു.